വരൂ സർ. Hi, I'm Jagdeep Singh from Jalandhar, Punjab. ഇരിക്കൂ സർ. Thank you. സാർ വരുമെന്ന് ഡേവിഡ് സാർ പറഞ്ഞിരുന്നു. ഏതാണ്ട് 30 വർഷമായിട്ട് കേരളത്തിൽ വന്നും പോയി നിൽക്കാണ്. മലയാളം വശമുണ്ട്. അതും ഡേവിഡ് സാർ പറഞ്ഞിരുന്നു. സാറിന് കുടിക്കാൻ ടീ ഓർ കോഫി? ഏയ് ഒന്നും വേണ്ട. ഡേവിഡ് സാർ ബിസിയാണോ? സാർ വന്നതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും അത് മാറ്റി വെക്കും. ഞാൻ അദ്ദേഹത്തെ വിളിക്കാം സർ. ഷോ. സാർ ജഗദീപ് സാർ വന്നിട്ടുണ്ട്. ശരി സർ. വരണം സർ. ഇത് ഇന്ന് തന്നെ അയച്ചേക്കണേ. ഓക്കെ സർ. സർ ഇതാണ് ജഗദീപ് സാർ. ഹായ്. ജഗദീപ് സിംഗ്, യെസ്. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. താങ്കൾ എന്നെ വിളിച്ചപ്പോ മലയാളം നന്നായിട്ട് അറിയാമെന്ന് മനസ്സിലായി. മലയാളം നന്നായി സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിന്റെ പകുതി സമയം ചെലവഴിച്ചത് കേരളത്തിലാണ്. ഓ. ശരിക്കുള്ള സ്ഥലം പഞ്ചാബിലെ ജലന്ധറാണ്. ഇതിനു മുമ്പ് ഗോൾഡ് ബൾക്കായി എടുത്തുകൊണ്ടിരുന്നത് ഇവിടെ മൂർത്തീസ് ജ്വല്ലറി എന്നാണ്. ഓക്കെ. പക്ഷേ അവിടെ മേക്കിംഗ് ചാർജ് കൂടുതലാണ്. പിന്നെ അവരങ്ങനെ കോംപ്രമൈസ് ചെയ്യാറുമില്ല മേക്കിംഗ് ചാർജസിൽ. അപ്പോഴാണ് നിങ്ങളുടെ ആഡ് കാണാനിടയായത്. അല്ല, മേക്കിംഗ് ചാർജ് ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാ 916 ഗോൾഡ് സെയിലാക്കുന്നത്? അത് പ്രോഫിറ്റബിൾ ആണോ? മാർക്കറ്റ് പിടിച്ചെടുക്കാൻ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോ മേക്കിംഗ് ചാർജ് ഈടാക്കേണ്ടി വരും. എന്തായാലും തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചിരിക്കുക. ഓ. കാരണം അതുപോലെയാണ് കോമ്പറ്റീഷൻ. മൂർത്തീസ് ജ്വല്ലറിക്ക് 50 വർഷത്തെ പാരമ്പര്യമാണ്. അവർ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഒരിക്കൽ പോലും പിന്നോട്ട് പോയിട്ടില്ല. അത് ശരിയാണ്. പക്ഷേ അവരുടെ ഷെയർ ഒക്കെ ഇപ്പൊ ഒരുപാട് കുറഞ്ഞല്ലോ. സെയിൽസും ഒരുപാട് കുറവാണെന്ന് അറിഞ്ഞത്. അതൊക്കെ ഞങ്ങളുടെ വരവിന് ശേഷമാണ്. ഗൾഫ് മാർക്കറ്റ് ഏതാണ് ഞങ്ങൾ പിടിച്ചടക്കി കഴിഞ്ഞു. ഇനി വിഷുവിനാണ് ശരിക്കുള്ള മത്സരം ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ കേരളത്തിലെ മറ്റു ജില്ലകളിലല്ല, ഈ തിരുവനന്തപുരത്ത്. ഇവിടെ ഞങ്ങൾ രണ്ടാമതൊരു ബ്രാഞ്ച് കൂടി തുറക്കാൻ പോവുക. അത് വിഷുവിന് മുമ്പ് ഓപ്പൺ ആവും. വെരി ഗുഡ്. എന്തായാലും ഞങ്ങൾ ഈ ബിസിനസ് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി AN ജ്വല്ലറിയിലെ സ്വർണ്ണത്തെ പറ്റി മലയാളികൾ മതിപ്പോടെ സംസാരിക്കണം. മലയാളികൾ മാത്രം മതിയോ സർ? നമ്മൾ നോർത്ത് ഇന്ത്യൻസും AN ജ്വല്ലറിയുടെ ഫാൻ ആവട്ടെ. ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു 1000 കോടി രൂപയുടെ ബിസിനസ് ആയിട്ടാണ്. സ്വർണ്ണം മാത്രമല്ല, ഡയമണ്ട്സിന്റെ കളക്ഷൻസും കാണണം. പുതിയ ഡിസൈനിലുള്ള ഓർണമെന്റ്സും അതുപോലെ ഡയമണ്ട്സും ഒക്കെ ഉടനെ. ഓ. കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഡീൽ ഉറപ്പിച്ചാൽ മതി. സാറിന് ഈ സ്വർണ്ണമൊക്കെ ഗൾഫിൽ നിന്നാണോ വരുന്നത്? സ്വർണത്തിന്റെ ഉറവിടത്തെ പറ്റി ഒന്നും പറയാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ സ്വർണ്ണം എവിടെ വിറ്റാലും ആ ദിവസത്തെ മാർക്കറ്റ് പ്രൈസ് കിട്ടിയില്ല. ഇത്രയ്ക്ക് പ്യുവറാണ്. അപ്പൊ കിട്ടുന്ന ലാഭം മുഴുവൻ പരസ്യത്തിന് വേണ്ടി കൊടുക്കാല്ലേ? കൂണുപോലെ മുളയ്ക്കുന്ന ജ്വല്ലറികൾക്കിടയിലും പരസ്യമില്ലാതെ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. സാറിനറിയോ, മൂർത്തീസ് ജ്വല്ലറിക്കാരുടെ കുടുംബത്തിലുള്ളൊരു പെൺകുട്ടിയാണ് ഞങ്ങളുടെ മോഡലാക്കിയിരിക്കുന്നത്. നവ്യേ. ഓ, അറിയാം. അവരെ വെച്ചുള്ള അഡ്വർടൈസ്മെന്റ് ഞാൻ കണ്ടിരുന്നു. നന്നായിട്ടുണ്ട്. അല്ല, സാറിന് പാർട്ട്നേഴ്സ് ആരെങ്കിലും ഉണ്ടോ? തൽക്കാലം ഇല്ല. എല്ലാം ഞാൻ തന്നെയാ നോക്കുന്നത്. ഓ, ഗുഡ്. പിന്നെ ഞങ്ങളുടെ മോഡലിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ, ചിലപ്പോ അവരും അവരുടെ ഹസ്ബൻഡും ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ല, അവര് ഉടനെ വല്ലതും വരുമോ? അറിയില്ല. വരുവാണെങ്കിൽ പരിചയപ്പെട്ടു പോ. ഓ. ഇനി എങ്ങോട്ടാ പോണ്ടത്? നിനക്കെന്താ വീട്ടിൽ പോകാൻ ധൃതിയായോ? ഏട്ടന്റെ കുഞ്ഞിനെ കാണാൻ ധൃതിയായോന്ന്? അയ്യോ, അങ്ങനൊന്നുമില്ല. ഇടയ്ക്കെന്തിനാ നിന്റെ അമ്മായി നിന്നെ വിളിച്ചത്? അമ്മായി വിളിച്ചാൽ ഞാൻ എടുത്തില്ലല്ലോ. എടുക്കണ്ട. അവർ എന്തെങ്കിലും ആവശ്യം പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. അതൊക്കെ നടത്തി കൊടുക്കലല്ല നിന്റെ ജോലി. ഈ അടിമപ്പണി നീ അവസാനിപ്പിച്ചോ ബി. നിന്റെ അമ്മ അടുക്കളപ്പണിയൊക്കെ ചെയ്തോട്ടെ, വീട് നോക്കിക്കോട്ടെ. അതിനൊപ്പം നീ കൂടേണ്ട കാര്യമൊന്നുമില്ല. എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുക ഞാൻ. ആ അവസ്ഥയൊക്കെ ഞാൻ മാറ്റിത്തരാം. സ്വന്തം കുഞ്ഞ് വീടിനകത്തുള്ളപ്പോഴാ വല്ലോന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കുന്നത്. അവളുടെ അമ്മ ഇന്നോ നാളെന്ന് പറഞ്ഞിരിക്കുക. അവളങ്ങോട്ട് പോയി കഴിഞ്ഞാ നിന്റെ ഏട്ടൻ രക്ഷപ്പെടുമല്ലോ. ദുഷ്ടനായാലും പരമദുഷ്ടൻ. അതുകൊണ്ട് അയാൾക്ക് ഈ വിധിയൊക്കെ വന്നത്. ഇപ്പൊ MD സ്ഥാനം തെറിച്ചില്ലേ, തറവാട്ടിന്ന് പുറത്തു പോയില്ലേ. ആ സമയത്ത് പോലും അയാൾ സ്വാർത്ഥത കാണിച്ചു. സ്വന്തം കുഞ്ഞിനെ കൂടെ കൂട്ടിയില്ല. നീ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നൊന്നും സംസാരിക്കരുത്. സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നാലേ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും. അതിന് ഞാൻ ആരെ പേടിക്കേണ്ടത്? നീ മിക്കവാറും എന്നെ തറവാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം ഉണ്ടാക്കും. പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടടാ. അന്തസ്സായിട്ട് നമുക്ക് ജീവിക്കാം. നിനക്ക് കുറച്ച് കോൺഫിഡൻസ് തരാൻ വേണ്ടിട്ടാ ഒരിടത്ത് പോവാന്ന് ഞാൻ പറഞ്ഞത്. അല്ല, അതെങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. അത് അവിടെ ചെല്ലുമ്പോ അറിഞ്ഞോളൂ. വണ്ടി ഞാൻ പറയുന്ന വഴിക്കങ്ങ് വിട്ടാ മതി. ഒരുത്തൻ വീട് വിട്ട് പോയപ്പോ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും ഓർക്കാതെയാ ഒരുത്തി പിന്നാലെ പോയത്. അങ്ങനെയാണ് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാര് പരസ്പരം മനസ്സിലാക്കി അവർ ഒരുമിച്ച് നിന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയാലേ അവൾ അയാളുടെ പിന്നാലെ പോണ്ട കാര്യം എന്താ? അവിടെയും അവള് കാണിച്ചത് ബുദ്ധിയാ. ചന്തുമോളെ കൃത്യമായിട്ട് നിന്റെ തറവാട്ടിൽ നിർത്തിയിട്ടാ അവള് പോയത്. അപ്പൊ പിന്നെ അച്ഛനും മോളും തമ്മിൽ കണക്ഷൻ ഇല്ലാതാവുമല്ലോ. എഞ്ചടാ, കരയല്ലേ? ഹായ് സർ. വാ, ഇതെന്റെ ഹസ്ബൻഡാ. ഹലോ സർ. ഓ താങ്ക്സ്. ഓ കരയല്ലേ? നിങ്ങൾ വരുമെന്ന് ഡേവിഡ് സാർ പറഞ്ഞിരുന്നു. സാർ അർജന്റ് മീറ്റിംഗില്ല. ഒരു പഞ്ചാബി വന്നിട്ടുണ്ട്. അദ്ദേഹമായിട്ടുള്ള ഡീല് നടക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയ കുതിപ്പായിരിക്കും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ സാർ. ഇപ്പൊ കമ്പനിയുടെ മോഡൽ ഞാനാ. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എത്രത്തോളം വളർച്ച ഉണ്ടാവുന്നോ അത് ഞങ്ങൾക്ക് കൂടി സന്തോഷമുള്ള കാര്യ. അല്ല, ഹസ്ബൻഡിന്റെ പേര്? അഭിനന്ദ്. അഭി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കേരളത്തിലെ നമ്പർ 1 ജുവലറി ആവാൻ പോവുകയാണ് AN ജ്വല്ലറി. അവിടെ ജോലി കിട്ടുന്നത് ഭാഗ്യമാണെന്ന് കുടിക്കും. മൂർത്തീസ് ജ്വല്ലറിന്ന് ഇങ്ങോട്ട് വരുന്നത് വിവാദമാകാനുള്ള സാധ്യതയുണ്ട്. ഞാനും ആ കുടുംബത്തിലെ ഒരു അംഗമാണല്ലോ. പിന്നെ അവിടെ ചെറിയ അഴിമതിയൊക്കെ നടക്കുന്നുണ്ട്. അത് കണ്ടുപിടിച്ചതാണ് അവർ എന്റെ മേൽ ചാർത്തിയ കുറ്റം. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ആ അഴിമതിയുടെ ബലം കണ്ടില്ലേ? മൂർത്തീസ് ജ്വല്ലറി ഇപ്പൊ താഴേക്ക് പോയില്ലേ? അഭി ഇവിടെ കയറുന്നോണ്ട് ചിലപ്പോ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് സർ. എന്നാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച. അത് കുഴപ്പമില്ല. ഡേവിഡ് സാറിന്റെ വിശ്വാസം പിടിച്ചു പറ്റിയാൽ അദ്ദേഹം പിന്നെ നിങ്ങളെ വിടില്ല. ഇപ്പൊ തന്നെ നവ്യ മോഡലായ ശേഷം കമ്പനി വളരുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നവ്യയുടെ മാത്രം എടുക്കുന്നതല്ല. എങ്കിലും നവ്യയ്ക്കും അതിന്റേതായ ഒരു പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ടല്ലോ. വിജയത്തിന് കാരണമാകുന്ന എല്ലാവരെയും ചേർത്ത് നിർത്താനേ സാർ എപ്പോഴും ശ്രമിക്കും. അതുകൊണ്ടാണ് ഗൾഫിലും ഇവിടെയൊക്കെ പെട്ടെന്നൊരു വളർച്ച നമുക്കുണ്ടായത്.
എന്നാ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. പഞ്ചാബി അകത്തോട്ട് പോയിട്ട് കുറച്ച് സമയമായി. ശരി സർ. സാർ കേരളത്തിൽ എവിടെ? കേരളത്തിൽ എനിക്ക് അങ്ങനെ വേരുകളൊന്നുമില്ല. പത്തനാപുരത്തിനടുത്ത് പിടവൂരാണ് കുടുംബം. അവിടെ ഇപ്പോഴും തറവാടൊക്കെ ഉണ്ട്. ഒരു കെയർ ടേക്കറും വല്ലപ്പോഴും അങ്ങോട്ടൊക്കെ ഒന്ന് പോകും. ഓർമ്മ വെച്ച കാലം മുതൽ ദുബായിലാ. ഓ, ഈ സ്വർണ്ണ ബിസിനസ് പാരമ്പര്യമായിട്ട് ചെയ്യാണോ? അതെ. ഇത് കൂടാതെ മറ്റെന്തെങ്കിലും ബിസിനസ്? ദുബായിൽ 2-3 റെസ്റ്റോറന്റുകളുണ്ട്. പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഉണ്ട്. ഓ ഗുഡ്. 2020 ശേഷം അതൊക്കെ ഒന്ന് ഇടിഞ്ഞു. പിന്നെ ഗോൾഡ് ബിസിനസ്സിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു. അതുപോലെ ഡയമണ്ട്സിൽ. ഓ, ആദ്യം ദുബായിലാണ് എയിം ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തത്. അതെ, അവിടെ ഞങ്ങളാണ് ഇപ്പൊ ടോപ്പ്. ഇപ്പൊ മുംബൈയിലും അതേ അവസ്ഥ തന്നെ. ഈ വിഷുവോടെ കേരളത്തിലെ മുൻനിരയിൽ എത്താനാണ് നോക്കുന്നത്. ഓ, പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം. ഇനി വരുമ്പോ എനിക്ക് കളക്ഷൻസ് എല്ലാം ഒന്ന് കാണണം. പ്രത്യേകിച്ച് ഡയമണ്ട് കളക്ഷൻസ്. അതിനുശേഷം നമുക്ക് ഡീൽ ഉറപ്പിക്കാം. ആ. ഏതാണ്ട് നോർത്ത് ഇന്ത്യൻ ഫുള്ള് ഞാനാണ് ഗോൾഡ് സപ്ലൈ ചെയ്യുന്നത്. ഓ, പല സ്റ്റേറ്റിലെയും പൾസ് അറിയാവുന്നതുകൊണ്ട് അത് സാറിനും ഗുണം ചെയ്യും. ആ. ഓക്കെ, വീണ്ടും കാണാം. ശരി. നവീൻ ഇനി എന്നെ അവര് തിരിച്ചറിയോ എന്തോ. ഹലോ സർ, എങ്ങനെയുണ്ട് സർ? നല്ല മീറ്റിംഗ് ആയിരുന്നു. ഇനി വീണ്ടും വരാൻ സാധിക്കട്ടെ. നിങ്ങൾ വന്നത് നല്ല സമയത്താ. ആ പഞ്ചാബിയായിട്ടുള്ള ഡീൽ ഏതാണ്ട് ഓക്കെ ആണെന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. എന്നാ പിന്നെ നിങ്ങൾ ചെല്ലും. ഇന്ന് ഹസ്ബൻഡിനെയും കൂട്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് സാർ നിങ്ങളെ കാത്തിരിക്കേറി. ശരി സർ. താങ്ക് യു സർ. ദാ, ഇതങ്ങ് അകത്ത് കൊടുത്താൽ മതി. ഓക്കെ സർ. ആഹാ. ആ, ഇരിക്കും. താങ്ക് യു സർ. കുടുംബമായിട്ടാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു സർ. ഇവിടെ അപ്പോയിന്റ്മെന്റ് പറഞ്ഞത് 12 മണിക്കായിരുന്നല്ലോ. ഇയാളാണോ അഭിനന്ദ്? അതെ സർ. ആ, അബേട്ട് സാറ് മുന്നേ സംസാരിച്ചിട്ടുണ്ടല്ലോ. ആ, അല്ല, ഞാനോ? അല്ല, അത് പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ നിന്ന് ഒരു കോള് വരുമായിരുന്നു സർ. ഓ, അതെന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ? തന്നെ വിളിച്ചത് ഞാനല്ല. പിന്നെ വിളിച്ചപ്പോ MD ആണ് വിളിക്കുന്നത് ഞാനങ്ങ് പറയാൻ പറഞ്ഞു. എന്നാലല്ലേ വിളിക്കുന്ന ആൾക്ക് ഒരു പവർ ഉണ്ടാവും. ആ, പിന്നെ നവ്യ തന്നെ പറ്റി എല്ലാം പറഞ്ഞിരുന്നു. മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അനന്തപുരി തറവാട്ടിലെ ഒരു അംഗമാണ് താനല്ലേ? എന്റെ കുഴപ്പമുണ്ടല്ല സർ ഞാൻ പുറത്താക്കപ്പെട്ടത്. കാര്യങ്ങളൊക്കെ നവ്യ പറഞ്ഞിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പോയ പഞ്ചാബിയെ കണ്ടായിരുന്നോ? കണ്ടിരുന്നു സർ. അയാൾ വലിയൊരു ഡീല് നടത്താനായിട്ട് വന്നതാ. ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. 1000 കോടിക്ക് മുകളിലുള്ള ബിസിനസ് എന്ന് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലെ AM ജ്വല്ലറിക്ക് വേര് പിടിക്കാനുള്ള സാഹചര്യം കൂടിയാണ് ഇപ്പൊ കൈവന്നിരിക്കുന്നത്. നിങ്ങൾ വന്ന സമയം എന്തുകൊണ്ട് നന്നായി. ഇവിടെ ഞങ്ങൾ പുതുതായിട്ടൊരു ബ്രാഞ്ച് തുടങ്ങാൻ പോകും. വളരെ അടുത്തടുത്തായിട്ട് 2 ജ്വല്ലറികൾ. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറി പോലും നഗരത്തിനുള്ളിൽ 2 ജ്വല്ലറിയെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങലാണ് അവർക്ക് മറ്റൊരു ബ്രാഞ്ച് ഉള്ളത്. പക്ഷെ ഞങ്ങൾ 5 കിലോമീറ്ററിനുള്ളിൽ തന്നെ മറ്റൊരു ജ്വല്ലറി കൂടി ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ പോകും. അതിന്റെ മേൽനോട്ടം അഭിക്കായി. അന്ന് എന്റെ PS ഗൾഫിൽ വെച്ച് തന്നെ വിളിച്ചത് തനിക്ക് മൂർത്തീസ് ജ്വല്ലറി വെച്ചുണ്ടായ തിരിച്ചടികളൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. തന്റെ ചേട്ടൻ ആദർശ് ജയിലിൽ കിടക്കുന്നത് മറ്റാരേക്കാളും തന്നെ സന്തോഷിപ്പിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അന്ന് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം അഭിയും ചെയ്തു തന്ന കൂട്ടത്തിലാണ്. ആദർശ് പുറപ്പെട്ട സമയം, ആദർശിന്റെ നീക്കങ്ങൾ എല്ലാം അഭിയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോഴേ ഭാര്യ ഭർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നതാണെങ്കിലും ഇത് ഇയാളുടെ ഒരു ഇന്റർവ്യൂ ആണ്. ഇവിടെ ഞങ്ങൾ രണ്ടാളും തനിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ആയിക്കോട്ടെ സർ. ഞാനെന്നാ പുറത്തിരിക്കാം. അല്ല, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ്, അങ്ങനെയല്ലേ സർ വേണ്ടത്. മോൻ വന്നിട്ട് ഒന്ന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. എന്താ മോന്റെ പേര്? അനന്തപത്മനാഭൻ. ആഹാ, മൂർത്തിയുടെ കൊച്ചുമോന് പറ്റിയ പേര് തന്നെ. അനന്തമൂർത്തി അനന്തപത്മനാഭൻ. ഞാൻ പുറത്തോട്ടിരിക്കാം. ആ, ബാബ. നവ്യ അഭിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പരിചയപ്പെടുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീൻ വേണ്ടി വന്നത്. പിന്നെ നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള ക്ലാഷിനെ പറ്റിയൊക്കെ എനിക്കറിയാം. അല്ല, അതെന്താ ഞങ്ങൾ തമ്മിൽ? ഒന്നും പറയണ്ട. മൂർത്തീസ് ജ്വല്ലറിൽ ആരൊക്കെ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട്, ആരൊക്കെ തമ്മിൽ പൊരുത്തമുണ്ട്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അനന്തപുരി തറവാട്ടിലെ ഒരു റിബലാണ്. അങ്ങനെ ഒരാളെ തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞാൻ ആകെ ഇരട്ടി തപ്പിക്കൊണ്ടിരിക്കുന്നു സർ. ആ നേരത്താണ് ഇങ്ങനെ ഒരു ഓഫർ വന്നത്. അല്ല, ഈ ജോലി തനിക്ക് തന്റെ ഇടത്തോടെ ഏറ്റെടുക്കാൻ പറ്റുമോ? അല്ല, എന്ന് ചോദിച്ചാ വീട്ടിൽ നിന്ന് വിലക്കില്ലേടോ? ഉണ്ട് സർ, നല്ല വില കൊണ്ട്. അതിന്റെ കാരണം എനിക്കറിയാം. ചന്തുമോൾ എന്നൊരു പെൺകുട്ടി ഇപ്പൊ അവിടെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് താൻ ആകെ പരിങ്ങലാണല്ലേ? അയ്യോ സർ, ഇതെല്ലാം സാർ എങ്ങനെ മനസ്സിലാക്കിയത്? മൂർത്തീസ് ജ്വല്ലറിക്ക് മുകളിൽ AM ജ്വല്ലറിക്ക് പോകണമെങ്കിൽ അതിന് ചെറിയ ബുദ്ധിയൊന്നും പോരടൂ. അടി മുതൽ മുടി വരെ അനന്തപുരി തറവാടിനെയും മൂർത്തീസ് ജ്വല്ലറിയെയും കുറിച്ച് പഠിച്ച ഒരാൾക്ക് മാത്രമേ അവരെ തറപറ്റിക്കാൻ പറ്റൂ. ബോംബെയിൽ ഞങ്ങൾ ജയിച്ചതും നേരായ മാർഗത്തിലൂടെ അല്ല, അല്പം ചതിയിലൂടെ ഒക്കെ തന്നെ. പുരാണങ്ങളിൽ പോലും കള്ളച്ചൂതും കരിഞ്ചന്തയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പല രാജാക്കന്മാരും രാജ്യം വെട്ടിപ്പിടിച്ചത്. പിന്നെ അവരുടെ തലമുറയിൽപ്പെടുന്ന നമുക്ക് ഇതൊക്കെ അയിത്തമായി കരുതേണ്ട കാര്യമുണ്ടോ? ആ പോയ തന്റെ ഭാര്യയോടുള്ള തന്റെ മനോഭാവം പോലും കൃത്യമായി മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ. പക്ഷെ ഇവിടെ തന്റെ ഭാര്യയെക്കാളും ഞങ്ങൾക്ക് ആവശ്യം തന്നെ. അതെന്തുകൊണ്ടാണെന്ന് പിന്നീട് തനിക്ക് മനസ്സിലാവും. സാറേ, ഞാൻ ആകെ മുങ്ങിക്കൊണ്ടിരിക്കുക. ഇനി എന്നെ വെച്ചൊരു പരീക്ഷണം നടത്തരുത്. താൻ എന്തിനാണോ പേടിക്കുന്നത്? തന്നെ ഒരു ബ്രാഞ്ച് അങ്ങ് ഏൽപ്പിക്കാൻ പോവാൻ. മൂർത്തീസ് ജ്വല്ലറിയിലെ അനന്തമൂർത്തിയും കൊച്ചുമക്കളും തനിക്ക് അങ്ങനെ ഒരു ഓഫർ തന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്നൊക്കെ തന്നെ നീക്കി. ഇപ്പൊ മൂർത്തീസ് ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫ് പോലും അല്ല താൻ. അങ്ങനെയുള്ള തനിക്ക് ഇതുപോലുള്ള ഒരു ചാൻസ് നീക്കിട്ടില്ല. ഇതൊരു മധുര പ്രതികാരമായിട്ട് എടുക്കണം. ഇവിടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും താൻ ചിന്തിക്കരുത്. സാറ് പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ തന്റെ ഭാര്യ അറിയാത്തൊരു ഗ്യാപ്പുണ്ട്, ഒരു അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരം അവളോട് താൻ പറയില്ല എന്നാണ് വിശ്വാസം. ആരോടും പറയില്ല സർ. എനിക്കിനി ഫ്യൂച്ചർ തന്നെയാണ് വലുത്. എങ്കിൽ താൻ ഒരുങ്ങിയിരുന്നു. എല്ലാ വിലക്കുകളും ലംഘിച്ച് ഞങ്ങൾക്കൊപ്പം ഇനി ചേരുന്നത് തന്റെ മിടുക്ക് പോലെ. വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള കരുത്ത് തനിക്കുണ്ടാവണം. ശരി സർ. അതോടൊപ്പം ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് കരുതി ഭാര്യയെ വിട്ടുകളയാനൊന്നും നോക്കരുത്. അവൾ ഈ കമ്പനിയുടെ മോഡലാണ്. അവളെയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ശരി സർ. അല്ല, എപ്പോഴത്തേക്ക് നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരും? അതൊക്കെ അറിയിക്കും. താങ്ക് യു സർ. ധൈര്യമായിട്ടിരിക്കും. ഞങ്ങളെ വിശ്വസിക്കുന്നവരെ ഞങ്ങൾ ചതിക്കില്ല, പുറത്താക്കി.